അങ്ങനെ ഞങ്ങൾ അമ്പൂസിനെ കൊണ്ട് ഔട്ടിങ്ങിന് പോവാണ്. അമ്പൂസേ, അമ്പോ അമ്പോ അങ്ങോട്ട് നോക്ക്. ഔട്ടിങ്ങിന് പോകുമ്പോൾ ചിരിച്ചെടുത്തേ. മേക്കപ്പ് ഒക്കെ ചെയ്യണ വീഡിയോ ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഓനെ പിടിച്ചാൽ കിട്ടണ്ടേ, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അമ്പൂസ് എവിടെയാ പോണത്? അമ്പൂസ് കണ്ണാടി നോക്കിക്കാണ്. അമ്പൂടെ എവിടെയാ പോണേ? അയ്യോ സന്തോഷാണ് പോണ, സന്തോഷത്തിലാ. എവിടെയാ പോണേ? നമ്മൾ കറങ്ങാൻ പോവാണ്. നമ്മളെവിടെയാ പോണേ? പഞ്ഞുക്ക് ചാലിയം ബീച്ച് കാണാൻ പോവാണ് അല്ലേ? അമ്പൂഷും അമ്മയും അച്ഛനും കൂടെ ചാലിയം ബീച്ച് കാണാൻ പോവാണ്. വാ നടന്നോ അമ്പൂസേ, പോവാ. അമ്പൂസ് ഓൻ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഹാപ്പിയാ. എന്നാ നടന്നോളി, പോവാ. അല്ല പോവാ. ആ ഞങ്ങള് പോവാ, ബീച്ചിൽ പോവാ. ഹെൽമെറ്റൊക്കെ എടുക്കാം. അമ്പോ എവിടെ പോണേ? എന്ത് സാധനം. നല്ല ഉറക്കത്തിലാ. ഇതാണ് ചാലിയം ബീച്ച്. പുലിമുട്ടിലേക്കുള്ള യാത്രയാണ്. ആ കാണുന്നത് ബേപ്പൂര, ആ ഭാഗമൊക്കെ ബേപ്പൂര. അവിടെയൊക്കെ അതൊക്കെ ബേപ്പൂര. ഒന്ന് ജങ്കാർ സർവീസ് ഉണ്ട് അപ്പുറത്തേക്ക് ബേപ്പൂരേക്ക്. ഞങ്ങള് സൈഡേക്ക് ഇത് പണ്ട് ബ്രിട്ടീഷുകാരുള്ള കാലത്തുള്ള അതാ കോട്ടയൻ്റെ അവശിഷ്ടങ്ങൾ. അതൊക്കെ കാണുന്നത് അവിടെ കുറേ കാല് പോലെ സംഭവങ്ങളൊക്കെ കാണില്ലേ? ആ കാണുന്നതൊക്കെ കോട്ടയൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതില് രാവിലെ വന്ന ഇഷ്ടം പോലെ മയിലുണ്ടാവും. അതിക്രമിച്ച് കയറാൻ പാടില്ല, പോലീസ് കാരണം നമ്മളെ ആന്റി ഡ്രഗ്സ് കൺട്രോൾ ബോർഡിന്റെ പ്രത്യേകതരം ചെടി. അത് മുള്ളുങ്കായ, അങ്ങനത്തെ മുള്ളുങ്കായ അല്ല, വേറൊരു ടൈപ്പാണ്. പൊന്നോളെ, ആ മരത്തിന് മുകളിലൊക്കെ മയിലുണ്ടാവില്ല രാവിലെ വരുമ്പോ. എവിടെ? ആ മയിലേതാ കാക്ക ഏതാന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാടി. ക്വാളിറ്റിയുള്ള ക്യാമറ വേണം. കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിക്കല്ലേ? ഇതിപ്പോ കേരള സർക്കാരിന്റെ പരിപാടിയാണ്. അത് മറ്റേ മീൻ പിടിക്കുന്ന ബോട്ടാ. അതൊക്കെ ഇത് മീൻ പിടിക്കുന്ന ബോട്ടാ. ബോട്ടുകാരുടെ സമരമൊക്കെ ആയിരുന്നു. ഇപ്പൊ സമരമൊക്കെ എന്തൊക്കെ പിൻവലിച്ചോണ്ട് ഇപ്പൊ നല്ല മീൻ കിട്ടുന്നുണ്ട്. കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഷോപ്പുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാൻ മേടിക്കാം. ഇപ്പോൾ ഇവിടെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നുള്ളൂ. അതൊക്കെ സർക്കാരിൻ്റെ കീഴിൽ വന്ന സംരംഭങ്ങളാണ് കുറേയൊക്കെ. നല്ല ക്ലൈമറ്റ് എന്തായാലും അല്ലേ നമ്മൾ വന്നത്. മഴ പെയ്താലാണ് ഉപ്പിലിട്ടതൊക്കെ. നാവില് വെള്ളം വരുന്നു. വീണ്ടും ഉപ്പിലിട്ടത്. ഇതാ ഇവിടെ ഒരു കുടില് പോലെ അടിപൊളി സ്ഥലാട്ടോ.
ഇവിടെയാണ് നമ്മളെ മെയിൻ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം. എനിക്ക് കുറവാണ് കേട്ടത് വീഡിയോ. ഇതൊക്കെ കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ. ആണ് ഇതൊക്കെ ഷോപ്പുകളാ? വാടകയ്ക്ക് കൊടുക്കാനുള്ള സെറ്റപ്പുകളാണ് വരുന്നത്. ഇതൊക്കെ ഷോപ്പുകളാ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളൊണ്ടി ഗ്രാമപഞ്ചായത്ത് ചെയ്ത പരിപാടികളാണ് അതൊക്കെ. നല്ല അടിപൊളിയാണ്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെറ്റ് ആവും. ഇനി കുറെ പണി ഇറക്കണ്ടോ റെഡി ആയാലും സാറാണ്. കോഴിക്കോട് ബീച്ചിനെക്കാട്ടി ഏകദേശം സെറ്റപ്പ് ആയി വരികയാണ് നമ്മളെ കടലുണ്ടി ചാലിയം ബീച്ച്. കണ്ടൊക്കെ പണി ഇറക്കാണ്ട് പറയും. നല്ല ഭംഗിയുണ്ട് എന്തായാലും അല്ലേ? മിഥുനൊന്ന് വിളിച്ചു നോക്കിട്ട് മിഥുനെ വിളിച്ചിട്ട് വരുന്ന ഇത് വരുമോ? കട്ടേത് വിളിച്ചു. നമ്മളെ കളിസ്ഥലാണ്, നമ്മളെ കളിസ്ഥലൊക്കെ കൊളാക്കി കളിസ്ഥലൊക്കെ കൊളാക്കി. അച്ഛനും മോനും ഇതാ നിൽക്കുന്ന. തിരമാല ആ ഭാഗത്തൊക്കെ കുറച്ച് നിർത്തുന്നുണ്ട് ഒരു കൈ. നീറ്റോ കടൽ കാണാൻ വന്ന ആളെ നീറ്റോ അമ്പു കടൽ കാണാൻ വന്നിട്ട് അമ്പു ചൊങ്ങാണ്. ഹലോ ഗായ്സ്, അമ്പുസ് എണീറ്റിരിക്കുന്നു. അതാണ് കടുക്കപ്പാറ. അതിന്റെ മുകളില്ലേ അവിടെ കടുക്കൊക്കെ ഉണ്ടാവും. ആ പാറേന്റെ അടുത്തൊക്കെ നല്ല കടുക്ക ഉണ്ടാവും. ഇത് ഉണ്ടാകുമ്പോഴത്തേ ചെറിയ കടുക്ക ആവുന്ന സമയത്തിന് ആൾക്കാർ പറിച്ചു പോകും. പിന്നെ അവിടുന്ന് കുറെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കടലുള്ളിലേക്ക് പോയിട്ട് കടുക്ക മുങ്ങിയെടുക്കുന്ന ആൾക്കാരുണ്ട്. വെള്ളത്തിനടിയിൽ പോയിട്ട് മുങ്ങിയെടുക്കണം വലിയ വലിയ കടുക്കേനൊക്കെ. കണ്ടോ വലിയ കടുക്കൊക്കെ കണ്ടില്ലേ? വലിയ കടുക്കില്ലേ, നല്ല നീളൊക്കെ ഉള്ള കടുക്ക, കല്ലുമ്പക്കായ അവസാനം അത് അവിടെ കടലിനുള്ളിലേക്ക് പോയിട്ട് മുങ്ങിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ഫുട്ബോൾ ഗ്രൗണ്ടാണ്. പക്ഷേ കടലുണ്ടി പഞ്ചായത്ത് സർക്കാരിൻ്റെ ഈ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യണ ഒരു സംഭവം വന്നത് കാരണം ഇങ്ങനെ ആക്കിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇത്ര തന്നെ ആൾക്കാരുണ്ട്. പണ്ട് ഇത്ര ആൾക്കാരൊന്നും ഇല്ല. ഒരു വിജനമായ പ്രദേശം പോലെ രാവിലെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ അവിടെ ആൾക്കാർ വേറൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ബീച്ചുകളിൽ 1ാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോട് ബീച്ചിനെക്കാട്ടിയും നല്ല അടിപൊളി ലൊക്കേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ, അതാണ് എന്താ കടലിനുള്ളിലേക്ക് പോകണം. അത്രയും വലിയ സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ആയി ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചാലിയം കടപ്പുറത്ത് എത്തിയിട്ട് അമ്പു ഇപ്പോഴാണ് നീറ്റത്. അമ്പു ഉറക്കൊക്കെ കഴിഞ്ഞ് നീറ്റ്, എന്നാലും അവൻ അത്ര ആക്റ്റീവ് ആയില്ല. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കും, അതുകൊണ്ട് തന്നെ അവനെ അധികം വെക്കാൻ പറ്റൂല. ഞങ്ങൾ സോക്സ് ഇടാൻ മറന്നുപോയി. അതിനനുസരിച്ച് നാട്ടുകാരുടെ ചീത്തയും കേൾക്കുന്നുണ്ട്. കാരണം നാട്ടുകാരൊക്കെ കുറേ ആൾക്കാരൊക്കെ പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് കാണുമ്പോഴേ പറയും, മോനെ ഇങ്ങനെ സോക്സ് ഇട്ടിട്ട് ആക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ചായപ്പൊടിയൊക്കെ തെറ്റേ ആ തെങ്ങ് കുറിച്ച് തന്നെ വീഡിയോ എടുക്കുക. എനിക്ക് ചായ വേണ്ട. അതൊക്കെയല്ല എനിക്ക് ഉപ്പിലിട്ട് വേണം കേട്ടോ.
കാടമുട്ട കേട്ടോ. കാടമുട്ടേത് അതൊന്നും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉള്ള ഞാൻ ഓളെ കണ്ടില്ല സാധനങ്ങൾ ആക്കി വെച്ചാൽ കാണിക്കാൻ വന്നതാണ്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് കൈതച്ചക്ക വാങ്ങിന് അമ്പൂച്ചിന് കൊടുക്കാണ്ട് തിന്നാ. അമ്പുടിയുടെ അച്ഛൻ പൊന്നമ്മില്ലേ നമ്മള് ബീച്ചിലാണ്. അയ്യോ നമ്മള് ബീച്ചിലാണ്. അച്ഛൻ ആരൊക്കെ കരഞ്ഞു നടക്കാൻ നല്ല ഇഷ്ടാണ്. കരഞ്ഞു നടക്കാൻ നല്ല ഇഷ്ടാണ്. അമ്പുടു എമ്പടിയാണ് ബീച്ചിലാണ്. ആ ബീച്ചിലാണല്ലേ. എനിക്ക് മനസ്സിലായില്ല ആരും മറ്റേ അച്ഛനും പെണ്ണും ബീച്ച് അച്ഛനും അമ്മയും ഒന്നും കാട്ടി ബീച്ചിൽ വന്നാണല്ലേ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞാളി. ഹായ് പറയണോ. നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരോടൊക്കെ ഹായ് പറയണം അല്ലേ സംഭവ. ഹായ് അച്ഛൻ കുട്ടി കൊണ്ടിട്ടില്ല അമ്മ പാല് തരും കേട്ടോ. അച്ഛ ചായ കുച്ചി പിന്നെ നമ്മളെ കൈതച്ചക്ക വാങ്ങി മുറിച്ച് തിന്ന് ഇഷ്ടപ്പെട്ട അയ്യോ കറങ്ങി നടക്കാൻ നല്ല ഇഷ്ടമാണില്ലേ എനക്കിടോ. കല്ലന് കറങ്ങി നടക്കാൻ നല്ല ഇഷ്ടമാണില്ലേ. അങ്ങനെ നമ്മള് കോഴിക്കോട് ബീച്ചല്ല അതില്ലേ, ഇത് ചാലിയം ബീച്ചാണ് ഇല്ലേ. കോഴിക്കോടിലുള്ള ചാലിയത്തുള്ള ബീച്ചിലാണ്. ചാലിയം ബീച്ച് കണ്ടില്ലേ എന്ത് രസാലേ. നമ്മളിന്ന് ഫുട്ബോൾ കളിച്ചിറക്കാനുള്ള സ്ഥലമാണ് ഇത് ഇതില്ലേ. നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് വരണോ അല്ലേ. ഇവിടെ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ഹൗസ് ഒക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാറിട്ടോ. അങ്ങനെ ഞങ്ങൾ ചാലിയം ബീച്ചൊക്കെ ഉണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ബീച്ചിൻ്റെ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ പണി കഴിയാത്തതുകൊണ്ട് ലൈറ്റ് ഇടുമെന്നുള്ള സംശയമാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വെക്കണം. അന്നത്തെ മീനൊക്കെ വിറ്റ് പോണ്ട. ഇനി ഞങ്ങൾ വീട്ടിൽ പോയി. ഞങ്ങൾ നല്ല കൊയ്ഞ്ഞിന് ഞങ്ങൾക്ക് വീട്ടിൽ വലിയത്തുള്ള എക്സിബിഷനാണ്. അടുത്തുള്ള ഹോട്ടലാണ്. ഒന്ന് പോയിക്കാം. അങ്ങനെ ഞങ്ങൾ യാത്ര അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അമ്പൂസിനെ കൊണ്ടിട്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ അമ്പൂസിനെ കൊണ്ട് ഹോട്ടലിൽ കയറിയ ഭക്ഷണം കഴിക്കുകയും വീട്ടിലേക്കുള്ള യാത്രയാണ്. തിരിച്ച് വീട്ടിലേക്ക്. അമ്പൂസ് വേൾഡിനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.